നമ്മുടെ മണിച്ചേട്ടൻ്റെ പുരസ്കാര രാവ് നിറവ് 2025 പാർട്ട് 3 സ്വാഗതം. ഒരു നാടൻ പാട്ട് നിങ്ങൾ നമസ്കാരം. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഭാഗമാണ്. എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അറിയില്ലേ? ഓകന്ന ഓകന്ന ഓടിക്കരന്ന ഓമനപ്പൂ മുഖം വാരിയില്ല ഓമനപ്പൂ മുഖം മാതാവ് കുത്തിക്ക ഓമനപ്പുള്ളപ്പും മലരുക ഓകന്ന ഓകന്ന ഓടിക്കരന്ന ഓമനപ്പൂ മുഖം വാരിയില്ല ഓമനപ്പൂ മുഖം മാതാവ് കുത്തിക്ക ഓമനപ്പുള്ളപ്പും മലരുക നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഒരു കുറേ കുട്ടികൾ നമ്മുടെ പൂജ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പുറത്ത് നിന്ന് കയറി അകത്ത് കൂട്ട് വന്നു. അത് ഡാൻസേഴ്സാണ് കേട്ടോ എല്ലാവരും. പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിനായിട്ടൊക്കെ ഉള്ള കുറച്ച് ഡാൻസേഴ്സ് കുട്ടികളുണ്ടായിരുന്നു, കുഞ്ഞു മക്കൾ. അവരാണ് ഇപ്പോൾ അകത്തോട്ട് കയറിപ്പോയത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു യുവ നടൻ എന്നൊരു കുഞ്ഞ് ഒരു മോയ് ഇത് സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ മോൻ്റെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പുരസ്കാരം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയത് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ അവിടെ നമ്മുടെ അജൽ ചേട്ടൻ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ പറഞ്ഞു പോയി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബെറോട്ടയും ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ ചോറ്, ചിക്കൻ, വെജ് കറി, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചതിന് ശേഷം നേരെ പിന്നെ നമ്മുടെ പുരസ്കാര രാവ് നടക്കുന്ന നിറവ് 2025 നടക്കുന്ന ഹാളിലേക്ക് വന്നു. ഇതിപ്പോൾ വാങ്ങിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഡാൻസറാണ് കേട്ടോ. അവരുടെ നമ്മുടെ ഈ ഏരിയയിലുള്ള നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ അവർക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നതിൻ്റെ ഇതിൽ ഒരു കലാഭമണി പുരസ്കാരം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും ഇവിടെ പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിലുള്ള ഡാൻസ് ടീമുകൾക്കാണെങ്കിലും കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. കലാഭമണി പുരസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്രയും വിലയുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റുവാങ്ങുന്നവർക്ക് ഒരു സന്തോഷം. അവർ വരാൻ കഴിയുന്ന മാക്സിമം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പുരസ്കാരങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം അവരവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴേ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DYSP അനിൽ സാറാണ് കേട്ടോ. മുൻപ് ഇവിടെ ആറ്റിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നതാണ് സാറ്. ഇപ്പോഴും സാറ് ഇവിടെ ഇല്ല. നമ്മുടെ പത്തനംതിട്ട അങ്ങോട്ടാണ്, കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ DYSP ആയിട്ട് നമ്മുടെ അനിൽ സാർ വർക്ക് ചെയ്യുന്നത്. ഈ നിറവ് 2025 ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഓടിയെത്തുകയായിരുന്നു കേട്ടോ. സാറ് ഇതിൽ നമ്മുടെ
കലാഭമണി സേവാ സമിതിയിൽ ഒത്തു പ്രവർത്തിക്കുന്ന ഒരാളാണ്. സാർ അതിനെക്കുറിച്ചൊക്കെ കുറേ പറയുകയുണ്ടായി. എന്തുകൊണ്ടും നിറവ് 2025 അവർ ലാസ്റ്റ് ചെറിയൊരു ഒരു മാപ്പപേക്ഷ പോലെയൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെടുക എന്നൊക്കെ പറയുന്നത്. പറഞ്ഞാൽ ഒരുപാട് പേര് എത്താത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇവർ വായിച്ചതിൽ മാറിപ്പോയെങ്കിൽ അങ്ങനെ ഇവിടെ നമ്മൾ അറിയിച്ചതിന് പ്രകാരം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുക എന്നൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാരുമില്ലായിരുന്നു. എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ നിറവ് 2025 അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറിയപ്പെടുന്ന എല്ലാവർക്കും നിറവ് 2025 പുരസ്കാരങ്ങൾ കൊടുത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഷിബു മംഗലയ്ക്കൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പോൾ പുരസ്കാരം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ, ഷിബു മംഗലയ്ക്കൽ. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും പിന്നും വിളിക്കുന്നുണ്ട് കേട്ടോ, പേര് വിളിക്കുന്നുണ്ട്. ഇതിലൊരുപാട് പേര് എത്തിയിട്ടില്ല. ഓരോ തിരക്ക് കാരണം ഒരുപാട് പേര് എത്താത്ത ആൾക്കാരുണ്ട് ഇവിടെ പുരസ്കാര രാവിലെ ഈ പേരുകൾ വിളിക്കുന്നതനുസരിച്ചാണ് ഓരോരുത്തരെ വന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ലാസ്റ്റ് ഘട്ടമായപ്പോൾ ഒരുപാട് പേര് എത്താനുണ്ടായിരുന്നു. അവരുടെ പുരസ്കാരങ്ങൾ അവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അറിയിച്ചതിന് പ്രകാരം എത്തിയിട്ടില്ലാത്ത ആൾക്കാരുമുണ്ടായിരുന്നു. പിന്നെ പുരസ്കാരം വായിക്കുന്നതനുസരിച്ച് അവിടെ വേദിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് വന്ന് പുരസ്കാരം വാങ്ങുന്നുണ്ട് കേട്ടോ. അനിൽ സാറ് അതിനായിട്ടങ്ങ് നിൽക്കുകയായിരുന്നു പുരസ്കാരങ്ങളെ കൊടുക്കാൻ വേണ്ടി. മറ്റേ എന്തുകൊണ്ടും നിറവ് 2025 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ 1/1/2025 ഈ പ്രോഗ്രാം നടക്കുന്നത്. ഫസ്റ്റ് ദിവസത്തെ ആ ഒരു അവാർഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മണിച്ചേട്ടൻ്റെ അവാർഡാണല്ലോ. അപ്പോൾ അത് ഒരു നിറവ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വതി എന്ന് പറയുന്ന ഒരു സീരിയൽ സിനി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുരസ്കാരം വാങ്ങുന്നതിനായി. അവരും വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് നമ്മുടെ കലാഭമണി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അനിൽ സാറിൻ്റെ കയ്യിൽ നിന്നാണ് മാഡം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പുരസ്കാരം വാങ്ങിയതിന് ശേഷം ഒന്ന് സംസാരിക്കാനൊന്നും നിന്നില്ല. എന്ന് പറഞ്ഞാൽ തിരക്കാണ് ഇവിടെ, ഒരുപാട് പേർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും നമ്മുടെ എന്തെങ്കിലും സംസാരിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു സമയം അവിടെ ഇല്ലായിരുന്നു. എങ്കിൽ ഇന്ന് അവർക്കത് ഒതുക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് പുരസ്കാരങ്ങൾ മാത്രം കൊടുത്ത് വിടുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റിൽ വരുന്നതും ഇങ്ങനെ ഉള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഷോകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു പ്രോഗ്രാം നമ്മൾ വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടായിരിക്കും. അതും മണിച്ചേട്ടൻ്റെ തന്നെ ഒരു പ്രോഗ്രാം കിട്ടി എന്നുള്ളതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പേര് കേട്ട ഒരാളുടെ ഒരു പുരസ്കാര രാവ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്നുള്ളതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന് മുന്നോടിയായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഓരോന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുഞ്ഞു പ്രോഗ്രാമുകളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രോഗ്രാമൊന്നും നമ്മളിതിൽ വീഡിയോ എടുത്തിട്ടില്ല. കോപ്പിറൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇതിനകത്ത് ഇടാത്തത്. പിന്നെ നമ്മുടെ ഈ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാർട്ട് കൂടെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മളിത് എടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.